XUV7XOയുടെ ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആയിരിക്കും ഇത് ബേസ് മോഡലല്ലേ, ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവാനാണെന്ന്. പക്ഷേ മഹീന്ദ്ര ഏതായാലും അങ്ങനെയല്ല വിചാരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കാനായിട്ട് ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് തന്നെ നമുക്ക് ബേസ് മോഡൽ 12.3 ഇഞ്ചസിൻ്റെ 3 സ്ക്രീനാണ് ബേസിക് വേരിയൻ്റ് തൊട്ട് കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഷൻ പിടിച്ചു പറ്റിയതാണ്. ഇനി എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് LED ഹെഡ് ലാംപ്സ്, LED DRLs, അതുപോലെ 17 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് കിട്ടുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബാക്കിലും LED ടെയിൽ ലാംപ്സും അതുപോലെ സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റിന, റൂഫ് റെയിൽസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. റിയർ വൈപ്പർ മാത്രമില്ല. ഇന്റീരിയറിൽ അഗൈൻ നമുക്ക് സ്റ്റിയറിംഗ് വീല് പഴയ സ്റ്റിയറിംഗ് ആണ് വരുന്നത്, പുതിയ 2 സ്പോക്ക് അല്ല. അതുപോലെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, നോർമൽ മാനുവൽ ഡേ നൈറ്റ് IRVM ഉണ്ട്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ORVM ആണ്, ഫോൾഡബിൾ അല്ല. പിന്നെ മാനുവൽ AC ആണ് വരുന്നത്. പക്ഷേ മാനുവലി ഫിസിക്കൽ കൺട്രോൾസ് ഉണ്ട്, മറ്റതുപോലെ നമ്മൾ ഇൻഫോടൈം സിസ്റ്റത്തിൽ പോയി കൺട്രോൾ ചെയ്യേണ്ട. ബേസ് മോഡലാണെങ്കിലും ഡാഷ്ബോർഡ് ലേഔട്ടിൽ നമുക്ക് മൾട്ടി കളർ ഉണ്ട്. സീറ്റ്സ് ബ്ലാക്ക് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഡാഷ്ബോർഡ് നമുക്ക് കെൻ ബ്രോൺസ്, വൈറ്റ്, ബ്ലാക്ക്, സിൽവർ എല്ലാം ഉണ്ട്. ഇനി റിയർ സീറ്റ് ആണെങ്കിലും നമുക്ക് സെക്കൻഡ് റോയിൽ AC ഉണ്ട്, അതുപോലെ തേർഡ് റോയിൽ AC ഉണ്ട്. ടോട്ടലി വണ്ടിയിൽ 4 സ്പീക്കറും വരുന്നുണ്ട് ബേസ് മോഡലായിട്ട് പോലും. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള ബേസ് മോഡൽ ഞാൻ ഏതായാലും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, അത് ഇത്രയും വലിയ വണ്ടിയിൽ. ടാറ്റയുടെ ഹാരിയറിന്റെ ബേസ് മോഡൽ നമുക്ക് ഇപ്പോഴും ടച്ച് സ്ക്രീൻ പോലും കിട്ടുന്നില്ല. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13.66 ലാക്സ് പെട്രോൾ മാനുവലും അതുപോലെ തന്നെ 14.96 ലാക്സ് ഡീസൽ മാനുവലിനാണ്. ഓട്ടോമാറ്റിക് വേരിയന്റ് ഇല്ല. പിന്നെ പൊതുവെ നമുക്കറിയാലോ ബേസ് മോഡൽ ആയതുകൊണ്ട് ഇത് അവരധികം പ്രൊഡ്യൂസ് ചെയ്യാനും പോകുന്നില്ല.